അൺമാച്ച്ഡ് നീ ആ കമ്പനിക്ക് തന്നെ അൺമാച്ച്ഡ് ആണ്. അൺമാച്ച്ഡ് ആരതി താങ്ക് യു നിന്റെ അൺമാച്ച്ഡ് ആയ സേവനങ്ങൾക്ക് പെരുത്ത നന്ദി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ടൗണിൽ പോകാൻ വേണ്ടി മാറ്റാൻ നിൽക്കുമ്പോൾ അവൾ പിന്നെ വന്ന് എന്നെ ഒരുക്കാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഹെയറൊക്കെ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്പില്ല അത് ഞാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ അവൾ അത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്താ പറയുക ഒരു ഇതാട്ടോ. ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. വല്ലപ്പോഴും മാത്രമേ അവൾ നാട്ടിലേക്ക് വരിക. വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആയിരിക്കും വരിക. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് ഒരുമിച്ചുള്ള സമയങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഞാൻ ഈ സ്ട്രിപ്പൊക്കെ കൊടുത്തെങ്കിൽ ഒരു പണിയും ഞാൻ ആക്കുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാൻ മനഃപൂർവ്വം ബോധപൂർവ്വം ചെയ്തൊരു പണി ആയിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്തും കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിക്കുന്നവളായതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട താമസം അവൾ അതങ്ങ് എടുത്ത് തേച്ചു ഗൈസ്. ഞാനൊരു അണ്ടർ ഐ ക്രീം കൊടുത്തിട്ട് ഇത് ലിപ്പിൻ്റെ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ക്രീമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല. എനിക്ക് എന്തോ ഒരു ബോധക്കേട് വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ അവളതെടുത്ത് തേച്ചു. പിന്നെ അതാ ലിപ്പ് എല്ലാം കൂടെ നമുക്ക് എന്താ പറയുക പുകയാൻ തുടങ്ങി. പിന്നെ പക്ഷേ ലിപ്പ് പ്ലംബിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ തോന്നി കേട്ടോ. എനിക്ക് അങ്ങനെ മാറ്റി പിടിച്ച് എന്നെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അവിടെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഏനാന്ത കളികളാട്ടോ അത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്നത് അവൾ പോകുമെന്ന് രാത്രി പോകും. അപ്പം ഞങ്ങൾ സ്നേഹപ്രകടനങ്ങളും കെട്ടിപ്പിടുത്തങ്ങളും ഒക്കെയാണ്. അപ്പം ഇനി അടുത്ത വരവിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു എന്നെ യാത്രയാക്കി. അതാ ഞാനിങ്ങ് പോവുകയാണ്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ലവ് യു.